ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ മീൻ കറി ഉണ്ടാക്കുക. സൂത അല്ലത്, സൂത ഇട്ടത് കഷ്ണാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടോ. ഇത്ര കിലോനാ? എത്ര? നമ്മൾ മീനൊക്കെ കഴുകി ഫ്രഷായി കൊണ്ടുവന്നിന്. കഴുകിയിട്ട് നല്ല ഫ്രഷായി കുറച്ച് പൊരിക്കാളം എടുത്തേക്കണം. ഇവിടെ കറിക്കുള്ള ഉള്ളി, ചെറിയ ഉള്ളി കേട്ടോ, ചെറിയുള്ളിയൊക്കെ ഇട്ട് ചെറിയുള്ളി പച്ചമുളക് ഉലുവയൊക്കെ ഇട്ടിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാണ്ട് പുളി വെള്ളത്തിടാണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കഷ്ണാക്കി വെച്ചാണ്. തക്കാളി അരിഞ്ഞിടാണ്ട് പുളി വെള്ളത്തിട്ടിട്ട് കഴുകിയിട്ട് ചുടുവെള്ളത്തിട്ടിട്ട് മിക്സെടുക്കട്ടെ കേട്ടോ. അങ്ങനത് ചതച്ചിട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് അത് കുറച്ച് മീൻ പൊരിച്ചതിനേക്ക് ഇട്ടാൽ നല്ല രസം കേട്ടോ. മീൻ വെളുത്തുള്ളി ഇഞ്ചും ചതച്ചതിക്കിടുക, കുറച്ച് പെരിഞ്ചീരം പൊടിച്ചിടുക, മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് മീൻ വറവ് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതക്കി കിട്ടണം. ഇനി തക്കാളി ഇടട്ടെ. പുളി നന്നാക്കി കഴിക്കട്ടെ കേട്ടോ. തക്കാളി എന്നിട്ട് അരിഞ്ഞിട്ടുണ്ട് നന്നാക്കി വഴറ്റുക. തക്കാളിയൊക്കെ വേവട്ടെ. തക്കാളിയൊക്കെ വേഗം വേവാൻ വേണ്ടി കുറച്ച് കല്ലുപ്പ് ഇട്ടാൽ കുറച്ച് കല്ലുപ്പ് വാരിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് സവാള ചെറിയുള്ളി കേട്ടോ, സവാള തക്കാളിയൊക്കെ പെട്ടെന്ന് വാടിക്കും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല വാടിപ്പോയി പുളി ആ ഉപ്പിൽ കടന്നിട്ട് പരിക്കാള് മസാല പൊട്ടിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് നന്നാക്കി മസാല കൂട്ടി കുഴച്ചെടുക്കുക. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് കറിക്കുള്ള മീനാണ്. ഇത് പുളി വെള്ളത്തിട്ട് വെച്ചത് ചൂടുവെള്ളത്തിലാട്ടോ, വെള്ളത്തിൻ്റെ നീര് മാത്രം പറഞ്ഞേ. ഇടുക വാടിക്കൊണ്ടിരിക്കുന്നു കണ്ടോ. ഉപ്പിട്ടപ്പോൾ പെട്ടെന്നൊരു വാടി. ഇനി മസാല ഇട്ടാട്ടെ. മുളക് പൊടി ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലി സൂത മല്ലിപ്പൊടി ഇട്ടിട്ടില്ല രസം. അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊക്കട്ടെ. സൂപ്പർ നല്ല മസാലയ്ക്ക് ഇങ്ങനത്തെ രസം. പുളിവെള്ളം അയക്കേണ്ടിയിട്ടത് പുളിവെള്ളം ഒഴിക്കുക. കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടെ, കറിവേപ്പിൻ്റെ ഇല പറിച്ചെടുത്തോണ്ടട്ടെ. അങ്ങനെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് മീൻ കറി തിളക്കട്ടെ. തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. നമ്മളെ മീൻ പൊരിച്ചാൽ എടുത്തിട്ട് ചട്ടിയൊക്കെ വെച്ച് മീൻ പൊരിച്ചാട്ടോ. മീൻ്റെ പൊരിച്ചുകൊണ്ട് കറിയിൽ നമ്മൾ തിളച്ചോ മീൻ ഇരിക്കും കേട്ടോ. അതൊന്ന് വേവട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. മീൻ്റെ മീൻ റെഡിയായി കേട്ടോ. നമ്മൾ മീൻ കറിയും റെഡിയായി. അങ്ങനെ നിശ്ചയിച്ചുള്ള വിഭവമൊക്കെ റെഡിയായി. ഓക്കെ.